എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ഈ വീഡിയോയിൽ ഒരു ബിൽ ഡിസ്കൗണ്ടിംഗ് സിസ്റ്റം അഥവാ BDS വഴി ഒരു വർക്ക് ബില്ലോ ഒരു പർച്ചേസ് ബില്ലോ എങ്ങനെ മാറിയെടുക്കാമെന്നുള്ളത് നോക്കാം. ഇതിനായി സർക്കാർ നൽകിയിരിക്കുന്ന ഓപ്പറേഷണൽ ഗൈഡ് ലൈൻസ് ഗവൺമെൻറ് ഓർഡർ നമ്പർ 63/2022 ഡേറ്റഡ് 8/6/2022 കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതനുസരിച്ച് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കോൺട്രാക്ടറുടെ കയ്യിൽ നിന്നും ഒരു റിക്വസ്റ്റ് ലെറ്റർ വാങ്ങുക എന്നുള്ളതാണ്. അതായത് BDS മുഖാന്തരം അദ്ദേഹം ചെയ്ത വർക്ക് അതിൻ്റെ തുക മാറി നൽകുന്നതിന് അദ്ദേഹത്തിന് സമ്മതമാണെന്നും വർക്കിൻ്റെ പേര്, സ്കീമിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ബിൽ എമൗണ്ട്, അതുപോലെ നമ്മളിത് വെയ്സ് ആൻഡ് മീൻസിൽ സബ്മിറ്റ് ചെയ്തപ്പോഴത്തേനും ലഭിച്ച ഡോക്കറ്റ് നമ്പർ, ഇത്രയും കാര്യങ്ങൾ കൃത്യമായി മാർക്ക് ചെയ്ത ഒരു റിക്വസ്റ്റ് ലെറ്റർ നമ്മൾ കോൺട്രാക്ടറിൽ നിന്ന് മേടിക്കുക. ഇതിൽ ഡോക്കറ്റ് നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിനാൻസ് ഒരു ഫയൽ വെരിഫൈ ചെയ്യുന്നത് ഈ ഡോക്കറ്റ് നമ്പർ വെച്ചിട്ടായിരിക്കും. ഈ റിക്വസ്റ്റ് ലെറ്റർ നമ്മൾ ലഭിച്ചു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ഫിനാൻസിലേക്ക് ഒരു കവറിംഗ് ലെറ്റർ തയ്യാറാക്കേണ്ടതുണ്ട്. ആ ലെറ്റർ നമ്മൾ വെയ്സ് ആൻഡ് മീൻസ് സെക്ഷനിലേക്ക് അയക്കുകയാണ് വേണ്ടത്. അവിടെ ഫിനാൻസ് വെയ്സ് ആൻഡ് മീൻസ് 123@gmail.com എന്നുള്ള ഇമെയിൽ ID യിൽ നമ്മൾ ഈ കവറിംഗ് ലെറ്റർ അയക്കുക. അതിനുള്ളിൽ കോൺട്രാക്ടർ ഇങ്ങനെ ഒരു അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും അതിന് BDS മുഖാന്തരം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും നമ്മൾ രേഖപ്പെടുത്തേണ്ടതാണ്. ബിൽ ഡിസ്കൗണ്ട് സിസ്റ്റത്തിൻ്റെ മോഡിഫൈഡ് ഓപ്പറേഷണൽ ഗൈഡ് ലൈൻസ് ഉള്ള ഗവൺമെൻറ് ഓർഡറാണ് നമ്മളീ കാണുന്നത്. ഇതിനുള്ളിൽ എല്ലാ വിവരങ്ങളും വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾക്ക് BDSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അതിനായി bds.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുക. അവിടെ നമ്മുടെ DDO കോഡും പാസ്വേഡും യൂസ് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു ഹോം പേജാണ് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ കാണുന്നത്. ഇതിലെ ഓരോ ബട്ടണും നമുക്കൊന്ന് പരിചയപ്പെടാം. ഹോം സ്ക്രീനിലേക്ക് മടങ്ങി വരാനുള്ള ഹോം ബട്ടണാണ്. തൊട്ടപ്പുറത്ത് നമ്മൾ അഡ്മിൻ ബട്ടണുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യുവാനും പാസ്വേഡ് ചേഞ്ച് ചെയ്യാനും സാധിക്കും. നമ്മളുടെ DSC രജിസ്റ്റർ ചെയ്യേണ്ടത് ഇതിനാവശ്യമാണ്. അങ്ങനെ രജിസ്റ്റർ ചെയ്യാനായി മാസ്റ്ററിൻ്റെ കീഴിൽ രജിസ്റ്റർ DSC എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ചെയ്താൽ മതി. ഇതെല്ലാം ആദ്യത്തെ തവണ ചെയ്യുമ്പോൾ മാത്രം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഓരോ തവണ ലോഗിൻ ചെയ്യുമ്പോഴും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി പ്രധാനമായിട്ട് ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് സബ്മിഷൻ എന്ന് പറയുന്ന ബട്ടണിന് കീഴിൽ വരുന്ന 5 സ്റ്റേജുകളായിട്ടുള്ള ആക്ഷൻ ബട്ടണുകളാണ്. ഇതാണ് നമ്മൾ ഓരോ ബില്ല് സെലക്ട് ചെയ്യുമ്പോഴും ചെയ്യുന്നത്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് BDS സെലക്ഷൻ നോൺ LOC എന്ന ആദ്യത്തെ ആക്ഷൻ സെലക്ട് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബില്ലിൻ്റെ വർഷം, മാസം, ബെനിഫിഷ്യറിയുടെ പേര് എന്നിവ സെലക്ട് ചെയ്യുവാനായിട്ടുള്ള ഫിൽറ്റർ കാണാൻ സാധിക്കും. നമ്മൾ ഏത് മാസമാണോ ബില്ല് സബ്മിറ്റ് ചെയ്ത് അത് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾക്ക് അപ്രൂവ്ഡ് ആയിട്ടുള്ള ബെനിഫിഷ്യറികളെ കാണുവാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ വെയ്സ് ആൻഡ് മീൻസിലേക്ക് കൊടുത്ത ലെറ്റർ അപ്രൂവ് ആയതിനു ശേഷം വെയ്സ് ആൻഡ് മീൻസ് ഫിനാൻസിൽ നിന്ന് BDSലേക്ക് ഡ്രോപ്പ് ചെയ്ത ഫയലുകൾ മാത്രമേ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾക്ക് ഏത് കോൺട്രാക്ടറുടെ ബില്ലാണോ പ്രോസസ്സ് ചെയ്യേണ്ടത് ആ ബില്ല് സെലക്ട് ചെയ്യുക. ശേഷം ഗെറ്റ് എന്ന ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ബില്ലിൻ്റെ വിശദ വിവരങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ആദ്യമായി ഇതിൻ്റെ ഡോക്കറ്റ് നമ്പർ, പിന്നീട് ആ ബില്ലിൻ്റെ പേര്, വർക്കിൻ്റെ പേര്, ബിൽ എമൗണ്ട് തുടങ്ങിയവ നമുക്ക് കാണുക. ഇതിൽ BDS ഓപ്റ്റഡ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ, ഈ റേഡിയോ ബട്ടണിൽ നമ്മൾ BDS ഓപ്റ്റഡ് എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ആവശ്യമാണ്. ശേഷം ബാങ്കിൻ്റെ IFSC കോഡ്, അക്കൗണ്ട് നമ്പർ എന്നിവ പരിശോധിച്ച് കോൺട്രാക്ടറുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ID യും എൻ്റർ ചെയ്തതിന് ശേഷം വാലിഡേറ്റ് എന്ന ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. ഇതിനുശേഷം നമ്മൾ സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതോടുകൂടി നമ്മുടെ ആദ്യത്തെ സ്റ്റേജ് കംപ്ലീറ്റ് ആയി. ഇവിടെ നമ്മളിനി പ്രിൻ്റ് കൊടുക്കുക. പ്രിൻ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഫോം നമ്പർ 1, ഫോം നമ്പർ 2 എന്ന 2 ഫോമുകൾ ഡൗൺലോഡ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇതിൽ ഫോം നമ്പർ 1 കോൺട്രാക്ടറുടെ കൺസെൻറ്റ് ലെറ്ററാണ്. അതിൽ കോൺട്രാക്ടറുടെ ഒപ്പ് മേടിച്ചതിന് ശേഷം കോൺട്രാക്ടറുടെ ബാങ്കിൻ്റെ ബ്രാഞ്ച് മാനേജറുടെ ഒപ്പും സീലും ശേഖരിച്ച് ഫയലിൽ DDO സൂക്ഷിക്കേണ്ടതാണ്. ഫോം നമ്പർ 2 എന്ന് പറയുന്നതിൽ DDO ഒപ്പിട്ടതിന് ശേഷം ഓഫീസിലും വെച്ച് കോൺട്രാക്ടർക്ക് കൊടുക്കുകയും അതായത് ബാങ്കിലെ മാനേജർക്ക് നൽകുകയും ചെയ്യണം. ഈ ഫോം നമ്പർ 2 ബാങ്ക് പരിശോധിച്ചതിന് ശേഷം ബാങ്കിൻ്റെ സെർവറിൽ ഈ ഫോം അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഇനി നമ്മൾക്ക് ശേഷം ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ ആക്റ്റീവായി വരിക. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഈ ഫോം നമ്പർ 2 നമ്മൾ പരിശോധിച്ചാൽ ഇതിനുള്ളിൽ
നമ്മൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ടുണ്ടാവും. ഇതിൽ ഷെഡ്യൂൾഡ് ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നതാണ് സർക്കാർ ഈ തുക ബാങ്കിന് നൽകും എന്ന് പറയുന്ന ഡിക്ലെയർ ചെയ്യുന്ന ഡേറ്റ്. ഇത്രയും ചെയ്യുന്നതോടുകൂടി നമ്മുടെ സ്റ്റേജ് 1 കംപ്ലീറ്റഡ് ആവുകയാണ്. സ്റ്റേജ് 1 കംപ്ലീറ്റഡ് ആയതിന് ശേഷം അടുത്തതായി ബാങ്ക് അപ്രൂവൽ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ വരേണ്ടത് സബ്മിഷനിൽ തന്നെ ഈ ട്രാൻസ്ഫർ ക്രെഡിറ്റ് റിക്വസ്റ്റ് നോൺ LOC എന്ന ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതേപോലെ വീണ്ടും വർഷവും മാസവും സെലക്ട് ചെയ്ത് ഗെറ്റ് കൊടുക്കുമ്പോൾ ബാങ്ക് അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫയൽ ഇവിടെ വരുന്നതാണ്. നിലവിൽ ബാങ്ക് അപ്രൂവ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നോ റെക്കോർഡ്സ് ഫൗണ്ട് നമ്മൾക്കൂടെ വരുന്നത്. ബാങ്ക് അപ്രൂവലിന് ശേഷമുള്ള പ്രൊസീജിയേഴ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.